വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ സൂപ്പർ 60 എല്ലാ മക്കളും ഉണ്ടായിരിക്കുക. 60 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സ്ലൈഡുകൾ വിത്ത് സ്ലൈഡ് ഉണ്ട്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ സൂപ്പർ 60 നിങ്ങൾ ഉറപ്പായും വരിക. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ 80% ക്വസ്റ്റ്യൻ ഇവിടുന്നതായിരിക്കും ചോദിക്കുന്നത്. മിനിമം ഒരു ഡബിൾ പാസ് ഉറപ്പിക്കാം. എടാ മക്കളെ എല്ലാവരും നോക്കണം. ആദ്യം ക്വാണ്ടൈസേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ കൂളംസ് ലോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇക്വേഷൻ പഠിച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട പ്രോപ്പർട്ടിയാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതല്ല. ആ രണ്ട് പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്. മിനിമം 3 പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇലക്ട്രിക് ഡൈപോൾ എന്താണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. P = 2AQ ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാൻ. ദെൻ ഈ ഒരു ഡെറിവേഷൻ നോക്കിയിട്ട് പോവുക. ഇക്വറ്റോറിയലിലെ ഡെറിവേഷൻ ആണ്. അതേപോലെ തന്നെ ഗോസസ് ലോ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസസ് ലോ എന്താണെന്ന് ചോദിക്കും. അതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു സ്പെറിക്കൽ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡ്യൂട്ടി പോയിന്റ് ചാർജ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ തിരിക്കുകയാണ്. അവിടെ ഈക്വിപോട്ടന്റ് സർഫസും അതിന്റെ പ്രോപ്പർട്ടിയും മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു ഡൈലക്ട്രിക് മീഡിയം കപ്പാസിറ്റർ പ്ലെയിൻ ഇടയിൽ വെച്ച് സംഭവിക്കും. നമുക്കറിയാം കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ അവിടെ അടുത്ത ഡെറിവേഷൻ ആണ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ്. അത് പഠിച്ചിട്ട് പോവുക. പിന്നീട് സീരീസും പാരലും ഉണ്ട്. അതും കൂടെ മക്കളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം എക്സാമിൽ കയറാൻ. പിന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പോളാർ മോളിക്യൂൾ എന്താണെന്നും അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. നോൺ പോളാർ മോളിക്യൂളിന്റെ എക്സാമ്പിൾ നോക്കിയിട്ട് പോവുക. then അടുത്ത ചാപ്റ്റർ കറണ്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത് കറണ്ട് ഡെൻസിറ്റി, അതേപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, മൊബിലിറ്റി. ഈ 3 ടേംസ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഏതെങ്കിലും ഉറങ്ങി ചോദിക്കാൻ വളരെ സാധ്യത കാണുന്നുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതിന്റെ ഇക്വേഷനുമാണ്, മൊബിലിറ്റിയും അതിന്റെ ഇക്വേഷനുമാണ്. ദെൻ ഓംസ് ലോ ആണ്. ഓംസ് ലോയുടെ ഗ്രാഫ് നോക്കുക. ഓംസ് ലോയുടെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ദെൻ ഈ ഗ്രാഫ് 3 പഠിച്ചിട്ട് പോവുക. ഇത് നമ്മുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓഫ് ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റൽ ആണ്. അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോവുക. എപ്പോഴും ചോദിക്കുന്ന ക്ലീശ ക്വസ്റ്റ്യൻ ആണ് ഈ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അടുത്തെന്താണ്, നമ്മുടെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ജംഗ്ഷൻ റൂൾ ആണ്. ജംഗ്ഷൻ റൂളും അതേപോലെ തന്നെ ലൂപ്പ് റൂൾ നോക്കുക. അത് വെച്ചിട്ട് ഈസ്റ്റേൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോവുക. അടുത്ത ചാപ്റ്റർ മൂവിംഗ് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. എല്ലാവരും പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. അവിടെ ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ അത് റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ വെലോസിറ്റി, അതിന്റെ റേഡിയസ്, അതിന്റെ കൈനറ്റിക് എനർജി, അതിന്റെ ടൈം പീരീഡ്, ഫ്രീക്വൻസി പറ്റുന്നവര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട്. പിന്നെ ബയോട്ട് സവാട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ബയോട്ട് സവാട്ടോയുടെ ആപ്ലിക്കേഷൻ വരുന്ന സർക്കുലർ കറന്റ് ക്യാരിയിങ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ് പോയിന്റ്. ദെൻ ആംപീരിയൻ സർക്യൂട്ട് തിയറമാണ്. ആംപീരിയൻ സർക്യൂട്ട് തിയറത്തിനകത്ത് നിങ്ങൾ ഇത് നോക്കിയിട്ട് പോകും. നേച്ചർ ഓഫ് ഫോഴ്സ് ആണ്. പാരലൽ കറന്റ് അട്രാക്ട് ചെയ്യും, ആന്റി പാരലൽ കറന്റ് റിപ്പൽ ചെയ്യും. ഇത് എവിടെ വരുന്നതാണ്, ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അവിടെ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാനും അതേപോലെ തന്നെ ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാവുന്ന സംഗതി പഠിച്ചിട്ട് പോവുക. അവിടെ ഇക്വേഷനും ഡെറിവേഷൻ ഒക്കെ ഇക്വേഷൻ ചോദിക്കും. അതേപോലെ തന്നെ അവിടുന്ന് നമ്മളോട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത മാഗ്നറ്റിക്സ് മാറ്ററിനകത്ത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിക്സ് നിങ്ങൾ ഉറപ്പായും പഠിച്ചിട്ട് പോകേണ്ട ഒരു സംഗതിയാണ്. അതിനുശേഷം ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക്സിനകത്ത് പഠിച്ചിട്ട് പോകേണ്ട സംഗതി ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസസ് ലോ നിങ്ങൾ അവിടെ നോക്കിയിട്ട് പോവുക. അതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് നോക്കുക, ലെൻസസ് ലോ വെച്ച് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. സെൽഫ് ഇൻഡക്ടൻസ് പഠിച്ചിട്ട് പോകേണ്ടതാണ്. AC ജനറേറ്ററിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോകേണ്ട ഡെറിവേഷൻ ആണ്. അതിനുശേഷം അടുത്ത ചാപ്റ്റർ ആയ AC ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് ഒരു ഇൻഡക്ടറിനകത്ത് അപ്ലൈ ചെയ്യുന്ന AC വോൾട്ടേജിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിന്റെ കറണ്ടും വോൾട്ടേജും അതിന്റെ ഫേസ് ഡയഗ്രം നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. ട്രാൻസ്ഫോമർ ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ട്രാൻസ്ഫോമർ എന്താണെന്നും അതിന്റെ വർക്കിംഗ് എന്താണെന്നും അതിന്റെ ഡയഗ്രവും അതിന്റെ ലോസസ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ടതാണ്. എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അടുത്ത നമ്മൾ കിടക്കുകയാണെങ്കിൽ റെസൊണൻസ് ആണ്. എന്താണ് റെസൊണൻസ്? ഇത്തവണത്തെ മോഡൽ എക്സാമിന് ചോദിച്ചാണ്. എന്താണ് റെസൊണൻസ് നമുക്ക് അറിയാവുന്നതാണ്. ഈ റെസിസ്റ്റൻസ് മിനിമം ആകുന്നു, കറണ്ട് മാക്സിമം ആകുന്ന കണ്ടീഷനാണ് റെസൊണൻസ് പറയുന്നത്. XL = XC ആയിരിക്കും. റെസൊണൻസ് ഫ്രീക്വൻസി നിങ്ങൾ എന്തുവാ നോക്കിയിട്ട് പോവുക. ഇനി അതേപോലെ തന്നെ അടുത്ത് വരുന്ന ചാപ്റ്റർ ആണ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെന്ന് പറഞ്ഞത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഇക്വേഷൻ ഉറപ്പായി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ദെൻ അതിന് ശേഷം വരുന്ന അടുത്ത എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഏതെങ്കിലും ഒരു 2-3 പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. മെയിൻ ആയിട്ട് എന്താണ് ട്രാൻസ്വേഴ്സ് നേച്ചർ ആണ്. അതേപോലെ തന്നെ വാക്കത്തിലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുക, മീഡിയത്തിലെ വെലോസിറ്റി ഇക്വേഷൻ പഠിക്കുക. അതേപോലെ തന്നെ E0/B0 = C അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിട്ട് വേണം അവിടെ പോകാൻ. പിന്നീട് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. റേഡിയോ വേവ്, റേഡിയോ വേവിന് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, മൈക്രോവേവ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഇൻഫ്രാറെഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, വിസിബിൾ റേസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അൾട്രാവയലറ്റിന്റെ യൂസ് എന്താണ്,
അതേപോലെ എക്സ് റേസിന്റെ ഗാമ റേസിന്റെ യൂസുകൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ, പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. പിന്നീട് അടുത്ത ചാപ്റ്റർ ആയ റേ ഒപ്റ്റിക്സ് ആണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രമാണ് നോക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ആണ്, ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. പിന്നീട് ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ ആണ്, കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ ചോദിക്കും. അതിന്റെ ഇക്വേഷന്റെ നമുക്കറിയാം സൈൻ സി സിക്വൽ ടു 1/n, അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും പഠിച്ചിട്ട് പോകും. ഒപ്റ്റിക്കൽ ഫൈബർ ആണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറും നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിൽ കയറാൻ. പിന്നീട് ഞാനിവിടെ പ്രാധാന്യം കൊടുക്കുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെറിവേഷൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം എക്സാമിൽ കയറാൻ. പിന്നെ ഈ ചാപ്റ്ററിൽ ഒന്നും നോക്കിയില്ലെങ്കിലും പ്രിസം നിങ്ങൾ ഉറപ്പായും പഠിച്ചിട്ട് പോകണം. ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് പ്രിസത്തിന്റെ ഡെറിവേഷൻ. പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ ടെലസ്കോപ്പോ ആയിരിക്കാൻ ചോദിക്കുന്നത്. ഇത്തവണ സിമ്പിൾ മൈക്രോസ്കോപ്പോ ചോദിച്ചു തോന്നുന്നു. യെസ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ ടെലസ്കോപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് വേ ഒപ്റ്റിക്സ് ആണ്. എന്താണ് വേവ് ഫ്രണ്ട് എന്ന് നോക്കിയിട്ട് പോവുക. ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ അവിടെ കാണാൻ വളരെ സാധ്യതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം ഹൈഗൻ പ്രിൻസിപ്പിളും അതിന്റെ 2 ഡെറിവേഷൻ. ഞാനിപ്പോൾ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ 2 പഠിച്ചിട്ട് പോവാം. പിന്നെ ഇന്റർഫെറൻസ് എന്താണെന്ന് നോക്കുക. ഇന്റർഫെറൻസിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. ഡിഫ്രാക്ഷനകത്തും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. ഇവിടെ ഡി അല്ല, ഇവിടെ വരുന്നത് എ ആണ് വരുന്നത്. ഇവിടെ എല്ലാം വരുന്നത് എ ആണ് വരുന്നത്. ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. ദെൻ മാലൂസ് ലോ പഠിച്ചിട്ട് പോവാ. ഇക്വേഷൻ പഠിക്കുക. I=I0 cos square തീറ്റയാണ്. ദെൻ അതിനുശേഷം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അവിടെ പറഞ്ഞോട്ടെ, ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയർ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്ത നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ അതേപോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയറും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. സെമി കണ്ടക്ടറിനകത്ത് ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അടുത്ത ചാപ്റ്ററായ നമുക്കറിയാം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ റിലേഷൻ ആണ്. അവിടെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ H⁻= പ്ലസ് എന്താണ്, H⁻0 കൈനറ്റിക് എനർജി ആണ്. ഇതും അതിന്റെ ഗ്രാഫ് നിങ്ങൾ ഉറപ്പായും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതേപോലെ തന്നെ അടുത്ത ചാപ്റ്ററായ ന്യൂക്ലിയക്കകത്ത് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും തമ്മിലുള്ള ആ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ മാസ് ഡിഫക്റ്റ് നിങ്ങൾ എല്ലാവരും നോക്കിയോ, E= Δ mc². ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ആറ്റത്തിലോട്ട് വരികയാണെങ്കിൽ ആറ്റത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആറ്റത്തിന്റെ നമ്മുടെ റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. അത് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻറ്റയർ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക. ഉറപ്പായും ഡബിൾ പാസ് കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 80% മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം.